ജാതിമതഭേദമന്യേ പിഞ്ചു കുട്ടികൾക്ക് വരെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസവും മാസവും വർഷവും അറിയാം. വഹാബി നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കേൾക്കുക. മുഹമ്മദ് നബിയായത് റമദാനിലാണ് അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂൽ ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബിയില്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40ാമത്തെ വയസ്സിലാണ് നബിയായത്, ഇറാഖ് വഴിയിൽ വെച്ചാ നബിയായത്, നുബുവത്ത് കിട്ടിയപ്പോ നബിയായത്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അല്ലേ? അപ്പൊ നബിദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാണ്. എന്നാ പൊന്നുമോനെ മനസ്സിലാക്കിക്കോ, നിന്റെ വാപ്പാന്റെ ജന്മദിനം എന്നാണ്? എനിക്ക് വാപ്പയില്ല, എന്റെ വാപ്പ പെണ്ണ് കെട്ടി 25ാം വയസ്സിലാ, പിന്നെ വീട് കൂടിയ 26ാം വയസ്സിലാ, എന്നെ പ്രസവിച്ച് 27ാം വയസ്സിലാ എന്ന് വിചാരിച്ച് നിന്റെ വാപ്പാക്ക് ജന്മദിനം ഉണ്ടാവൂലേ? എന്നാ പിന്നെ മുഹമ്മദിനും ജന്മദിനം ഉണ്ടാവുന്നത് എങ്ങനെയാ? 7ാം ദിവസമാണ് മുഹമ്മദ് എന്ന് പേര് വെച്ചത് കേട്ടോ. അപ്പൊ ജനിച്ചാരാ? ശൂന്യം. ജനിച്ചതാരാണോ? ഇത്രയും ലോക ബ്ലണ്ടർ പറയാൻ മുജാഹിദ് മൗലവിമാരെ അല്ലാതെ ദുനിയാവിൽ കിട്ടുമോ? പറയുന്ന ബുദ്ധിയുള്ള കുട്ടികളുള്ള ജീവിച്ചിരിപ്പുണ്ടെന്ന് ആലോചിച്ചോ? ഇതുപോലെയല്ലേ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ആദമു മുൻജദിലുൻ ഫീ തീനതിഹി. ആദം നബി പൂർവ്വയാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബിന് നബുവത്തിന്റെ അധികാരത്തിന്റെ നബുവത്തിന്റെ ആദരവ് അല്ലാഹ് നൽകിപ്പോയിരിക്കോ? ഈ വഹാബി കൂട്ടമെന്ന ഇങ്ങനെ ഇവർ പറയുന്നതെല്ലാം വിലങ്ങനെ. ചോദ്യങ്ങൾ ചോദിച്ചാൽ കേൾക്കണേ, ഇവർ പറയുന്നതെല്ലാം തലകുത്തണേ. ഈ വഹാബി കൂട്ടമെന്ന ഇങ്ങനെ ഇവർ പറയുന്നതെല്ലാം വിലങ്ങനെ. ചോദ്യങ്ങൾ ചോദിച്ചാൽ കേൾക്കണേ, ഇവർ പറയുന്നതെല്ലാം തലകുത്തണേ.